വത്സലാസ് കിച്ചണിൽ ഇന്ന് ചേനയും നേന്ത്രക്കായും ചേർത്തിട്ട് ഒരു കുറുക്ക് കാളനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കുറുക്ക് കാളനാണ്. അതിനുവേണ്ടി ഒരു നേന്ത്രക്കായും ഒരു ചെറിയൊരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് കുറുക്ക് കാളന്. ഇതിനി കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു 3 പ്രഷർ വയ്ക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് ഈ കഴുകി വെച്ച ചേനയും വഴക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊരു 3 പ്രഷർ നമുക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത്. ഇത് കറക്റ്റ് മുങ്ങണ മാതിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഇപ്പോൾ കാളൻ അരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു മുറി തേങ്ങയാണ് ഇതിൽ ചിരണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കരിവേപ്പിൻ്റെ ഇല. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഇത് കിട്ടുന്നുണ്ട്, യോഗട്ട്, യോഗട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു 1 ഗ്ലാസ് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് പുളി നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. ഇതിൽ പുളിയുള്ള തൈരാണിത്. ഇപ്പോൾ ഞാൻ ഇത്ര തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ തൈര് മിക്സിയിൽ അടിച്ചു കൊടുത്തത് ഇതേ മിക്സിയിൽ ആ തേങ്ങ അരച്ചെടുക്കുക. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന്നൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ തേങ്ങ ഞാൻ കട്ടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കുക. കുറുക്ക് കാളൻ എപ്പോഴും കട്ടിയായിട്ടാണല്ലോ ഉണ്ടാവുക. ഇതൊന്ന് കുറുകി വന്നാൽ നല്ല ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ആറിയാൽ ഇനി കുറച്ചുകൂടി കൊഴുപ്പാവും. കാരണം ആ ചെറിയ ചേനയൊക്കെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പാകം. ഗ്യാസ് ഓഫാക്കാം. ഇനി നല്ല ഒരു വറവ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടി 1 ടേബിൾ സ്പൂണോളം കടുക്, ഒരു 1/4 ടീസ്പൂണ് വെന്തയം, 4 മുളക്, കുറച്ച് കറി. ഇതിലേക്ക് നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക് ആൻഡ് ഷെയർ തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.